എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു മാസ്ക് അടിക്കുന്നതിനെ കുറിച്ചൊരു വീഡിയോ ആണ്. അതായത് ഒരു ചെറിയ കുട്ടിക്ക് ഏകദേശം ഒരു 3-4 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിക്ക് ഒരു മാസ്ക് അടിക്കുന്നതിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണണം. ഞാൻ ഇന്നലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു മാസ്ക് അടിക്കുന്നതിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഒരുപാട് കമന്റ് കിട്ടി, ഒരു ചെറിയ കുട്ടിക്ക് എങ്ങനെ മാസ്ക് അടിക്കുക, അതിന് എത്ര അളവ്, അതിന്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് കമന്റ് കിട്ടിയിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ഇപ്പോൾ ഇടുന്നത്. അതായത് ഏകദേശം ഒരു 3-4 വയസ്സുള്ള പ്രായമുള്ള ഒരു കുട്ടിക്കാണ് ഞാൻ ഈ മാസ്ക് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഞാൻ എടുത്ത ക്ലോത്തിന്റെ ലെങ്ത്തും വീതിയൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിന്റെ ഞാൻ നീളം ഒരു 8 ഇഞ്ച് നീളം, അതുപോലെ ഒരു 4 ഇഞ്ച് വീതിയുള്ള ഇതുപോലത്തെ 2 പീസ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഒന്ന് ഈ മാസ്കിന്റെ ഉൾഭാഗത്തേക്ക് ഇടാനുള്ള പീസാണിത്. ഇതാണ് മാസ്കിന്റെ പുറത്തേക്ക് വരുന്ന പീസ്. ഓക്കെ, അപ്പോൾ 8 ഇഞ്ച് നീളം 4 ഇഞ്ച് വീതിയുള്ള 2 പീസ് എടുത്തിട്ടുണ്ട്. ഇത് ഒരു 4 വയസ്സ് 3.5 വയസ്സുള്ള കുട്ടിക്കാണ് അടിക്കേണ്ടത്. ഇനിയിപ്പോ ഒരു 10 വയസ്സായ കുട്ടിക്കാണ് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇപ്പോൾ ഏകദേശം ഇതിന്റെ ലെങ്ത് ഒരു 9.5 ഇഞ്ച് ലെങ്ത്തും അതുപോലെ വീതി ഒരു 4.5 ഇഞ്ച് വീതി മതി കേട്ടോ. ഒരു 10 വയസ്സൊക്കെ ആണെങ്കിൽ ഒരു 4.5 ഇഞ്ച് വീതിയും ഒരു 9.5 ഇഞ്ച് ലെങ്ത്തും മതി ഒരു 10 വയസ്സുള്ള കുട്ടിക്കുള്ളത്. ഇനിയിപ്പോൾ ഒരു 15 വയസ്സുള്ള ഒരാൾക്ക് അടിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 9.5 മതി. 9.5 അല്ലെങ്കിൽ 10 ഇഞ്ച് നീളം, അതിന്റെ വീതി ഒരു 4.25 മതി കേട്ടോ. ഒരു 15 വയസ്സായ കുട്ടിക്ക് അടിക്കുകയാണെങ്കിൽ ഒരു 4.25 ഇഞ്ച് വീതിയും ഒരു 10 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 9.25 ഇഞ്ച് നീളം മതി കേട്ടോ. അപ്പോൾ ഏകദേശം പിന്നെ അതിനനുസരിച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ചെറുതാക്കണമെങ്കിൽ കുറച്ചും പാട് ചെറുതാക്കി, ഇപ്പോൾ ഒരു 2 വയസ്സായ കുട്ടിക്കൊക്കെ അടിക്കണമെങ്കിൽ കുറച്ചും പാട് ചെറുതാക്കണം. 8 ഒരു 7 ഒക്കെ ആക്കുക. ഓക്കെ, അതേപോലെ ഇതിന്റെ വീതി ഒരു 3.25 ആക്കിയാൽ മതി ഒരു 2 വയസ്സായ കുട്ടികൾക്ക് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ അതിനനുസരിച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇത് കട്ട് ചെയ്യാം. അത് കട്ട് ചെയ്യണം ഇങ്ങനെ നോക്കാം. ഈ 2 പീസും കറക്റ്റായിട്ട് ഇതുപോലെ വെക്കുക, കറക്റ്റായിട്ട് വെക്കുക. വെച്ചിട്ട് ഇത് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്യുക. കറക്റ്റ് സെൻറ്ററിൽ ഒന്ന് ഇവിടെ ഫോൾഡ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഈ ഭാഗം ഒന്നും കൂടെ ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക. എന്താ ഇതേപോലെ കറക്റ്റായിട്ട് ഇതേപോലെ ഫോൾഡ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഈ ഭാഗത്ത് ഇവിടെ നമ്മളെ ഫോൾഡിങ് വരുന്ന ഭാഗത്താണ്. ഓക്കെ, ഈ ഭാഗത്ത് ഇതുപോലെ ചെറിയൊരു ഷേപ്പ് ആയിരിക്കണം കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ ചെറിയൊരു ഷേപ്പ് ആയിരിക്കണം. ഓക്കെ, എന്നിട്ട് ഈ ഭാഗത്ത് ഒരു 1.25 ഇഞ്ച് മാർക്ക് ചെയ്യുക. അല്ല, ഒരു 1.25 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇവിടുന്ന് ഇങ്ങോട്ട് 1.25 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഷേപ്പ് ആയിരിക്കും ഇതേപോലെ. ഓക്കെ, ഇവിടെ ഇതുപോലെ ചെറിയ ഷേപ്പ് ഇത്ര ഭാഗം. ഇനി ഇതിന് കട്ട് ചെയ്യാൻ കേട്ടോ. ഈ ഭാഗം ഫസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്തു. ഓക്കെ, അതേപോലെ ഈ ഭാഗം ചെറിയൊരു ഷേപ്പ്. ഓക്കെ, കട്ട് ചെയ്ത് അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇതേപോലെ വരും. ഓക്കെ കേട്ടോ, ഇതാണ് മാസ്കിന്റെ പുറത്തേക്ക് വരുന്ന ഭാഗം. ഇത് അതിന്റെ ലൈനിങ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി വെച്ചാണ് കേട്ടോ. ഇനി ഇത് സ്റ്റിച്ച് ചെയ്യുക. അതിന് വേണ്ടി ഞാൻ ഇതിന് ഇവിടെ എലാസ്റ്റിക് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ എലാസ്റ്റിക് എടുത്തിട്ടുണ്ട്. ഈ എലാസ്റ്റിക്കിന്റെ നീളം എടുത്തിട്ടുള്ളത് ഒരു 3.5 ഇഞ്ച് നീളം. 3.5 ഇഞ്ച് നീളത്തിലുള്ള 2 പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. 3.5 ഇഞ്ച് നീളത്തിലുള്ള ഒരു ബ്ലാക്ക് ചെറിയ 2 എലാസ്റ്റിക് എടുത്തിട്ടുണ്ട് ഇതിനെ ഇവിടെ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അങ്ങനെ ഫസ്റ്റ് നമ്മൾ ഈ പീസ് എടുത്തിട്ടോ, എന്നിട്ട് ഇതേപോലെ ഫോൾഡ് ചെയ്തു. ഓക്കെ, ഈ ചീത്തവശം പുറത്തേക്ക് വരുന്ന രൂപത്തിൽ ഫോൾഡ് ചെയ്തിട്ട് ഈ 2 സൈഡിലുള്ള ഈ ഓപ്പൺ ഉണ്ടല്ലോ, കുറച്ച് ഭാഗം ഓപ്പൺ ആണ്, ആ ഓപ്പൺ ക്ലോസ് ചെയ്യാം കേട്ടോ. ഇതേപോലെ ഒരു 1/4 ഇഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഇതേപോലെ. ഓക്കെ, അതേപോലെ തന്നെ അതിൻ്റെ രണ്ടാമത്തെ ഈ അടിഭാഗത്തെ സൈഡും അതേപോലെ ആ ഓപ്പണിൻ്റെ ഭാഗം ക്ലോസ് ചെയ്യണം. ഓക്കെ, അതേപോലെ ക്ലോസ് ചെയ്തിട്ടോ. അപ്പോൾ അത് നിർത്തി കഴിഞ്ഞാൽ അതേപോലെ വരും. ഓക്കെ, ഇതേപോലെ കേട്ടോ. കറക്റ്റായിട്ട് ഒരേ വീതിയിൽ തന്നെ ഒരു ചെറിയൊരു 1/4 ഇഞ്ച് വീതിയിൽ, 1/4 ഇഞ്ചും വേണ്ട, അതിലും കുറച്ച് നിങ്ങൾക്ക് അത് ജോയിൻറ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അങ്ങനെയാണ്. അല്ലെങ്കിൽ ഒരു 1/4 ഇഞ്ച് വീതിയിൽ നിങ്ങൾ ജോയിൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, എന്നിട്ട് ഈ പീസും അതേപോലെ തന്നെ ആ റൗണ്ട് ഭാഗം, ആ ഷേപ്പ് ഭാഗം ക്ലോസ് ചെയ്യാൻ കേട്ടോ. ഓക്കെ, ഇതേപോലെ ആ 2 ഭാഗം ക്ലോസ് ചെയ്തിട്ടോ. അപ്പോൾ അത് നിർത്തി വെക്കുമ്പോൾ ഇതേപോലെ വരും. ഇതാണ് ഉൾഭാഗം കേട്ടോ. അതുപോലെ ഇതിൻ്റെ ഉൾഭാഗം ഈ ഭാഗമാണ് കേട്ടോ, ഈ ഇൻഡൊട്ട ഭാഗം. അപ്പോൾ ഓക്കെ, ഇനി നമ്മളിത് വെച്ച് അടിക്കുകയാണ്. ഫസ്റ്റ് ഈ പീസ് വെച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഈ പീസ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ 2ൻ്റെയും നല്ല വശം മുഖാമുഖമായിട്ട് കിടക്കുകയാണ്. അതായത് നല്ല വശം ചേർത്ത് വെക്കുക. ഓക്കെ,
എന്നിട്ട് ചീത്ത വശം പുറത്തേക്ക് വരേണ്ട രൂപത്തിൽ ഇതുപോലെ വെച്ചിട്ട് ഈ ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്ത് കണ്ടടിക്കുക. ഒരൊറ്റ ഫോൾഡിങ്. ആ 2 പീസും ഒരുമിച്ച് വെച്ചിട്ട് കറക്റ്റായിട്ട് വെച്ചിട്ട് 2 പീസും കൂടെ ഒരുമിച്ച് ഒരു ഭാഗത്തേക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെച്ചിക്കാണ്ട് സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ഇങ്ങനെ അടിച്ചു പോരും കേട്ടോ. ഇതേപോലെ ഈ ഭാഗം വരെ ഇതേപോലെ കറക്റ്റായിട്ട് അടിച്ചെടുത്തു. അതേപോലെ തന്നെ ഇതിൻ്റെ രണ്ടാമത്തെ സൈഡും അതുപോലെ തന്നെ ആ ഭാഗത്തേക്ക് തന്നെ ഫോൾഡ് ചെയ്ത് വെച്ചിക്കാണ്ട് ആ 2 തുമ്പും ഒപ്പം വെക്കുക. ഒപ്പം വെച്ചുകൊണ്ട് ഒരു 1/4 ഇഞ്ച് വീതിയിൽ ഒരേ വീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് ഈ ലാസ്റ്റ് ഇതുവരെ നിർത്തട്ടോ. ഓക്കെ, എന്നിട്ട് ഇത് മറിക്കുകയാണ്. ഇതിൻ്റെ ഈ ഭാഗം ഓപ്പൺ ആണല്ലോ, ഇത് ഇതുപോലെ കിടക്കുക, ഈ സൈഡ് ഇതുപോലെ കയറും. ഇനി ഇത് അപ്പുറം മറിക്കുകയാണ് കേട്ടോ. ഇതേപോലെ കറക്റ്റായിട്ട് മറിച്ചെടുക്കുക. 2 സൈഡും ഓപ്പണായി കിടക്കുകയാണ്. അപ്പോൾ മറിക്കാൻ സുഖമാണ് കേട്ടോ, മറിക്കാൻ റിസ്ക് ഒന്നുമില്ല. കറക്റ്റായിട്ട് ഇതുപോലെ മറിക്കുക. ഇത് മെറ്റീരിയൽ ഇതിൻ്റെ ഈ പ്രിൻ്റ് പീസ് റയോണും ആ വൈറ്റ് പീസ് കോട്ടനുമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതുപോലെ അടിച്ച് അത് മറിച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ അലാസ്റ്റിക് ഈ ഓപ്പണിൻ്റെ ഈ എൻഡിൽ കൊണ്ടുപോയിക്കാണ്ട് ഇതുപോലെ വെക്കുക. ഓപ്പണിൻ്റെ ഉള്ളിൽ ആ അലാസ്റ്റിക്കിൻ്റെ തലഭാഗം കയറ്റി വെച്ചുകാണ്ട് അതിൻ്റെ മേലെ കൂടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ഇവിടെ വരുമ്പോൾ ഈ അലാസ്റ്റിക്കിൻ്റെ രണ്ടാമത്തെ സൈഡ് അതിനുള്ളിലേക്ക് കയറ്റി വെച്ചുകൊണ്ട് അതിൻ്റെ മേലെ കൂടെ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. ആ ഭാഗം ഓപ്പണായി കിടക്കല്ലേ, ആ ഓപ്പണിൻ്റെ ഉള്ളു ഭാഗത്തേക്കാണ് അലാസ്റ്റിക്കിൻ്റെ തല വെച്ചുകൊണ്ട് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ ആ സൈഡ് ആ ഓപ്പണുള്ള ആ ഭാഗം ക്ലോസ് ചെയ്തു. അതോടൊപ്പം തന്നെ അവിടെ അലാസ്റ്റിക് നമ്മൾ വെച്ച് പിടിപ്പിച്ചും ചെയ്തു. എന്നിട്ട് ഇതിന് തെല്ലിനടിച്ച് വന്നിട്ട് ഈ ഭാഗത്തും അതുപോലെ ആ ഓപ്പണിൻ്റെ ഉൾഭാഗത്തേക്ക് അലാസ്റ്റിക് വെക്കുക. വെച്ചുകൊണ്ട് കറക്റ്റ് ആ എൻഡിലൂടെ തന്നെ അടിക്കുക. അവിടെ ഒരു കെട്ടിട്ട് കൊടുക്കുക. ഒന്ന് ദമ്മിൽ 2 സ്റ്റിച്ച് ചെയ്യുക, കാരണം അത് പറഞ്ഞു പോരാതിരിക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, എന്നിട്ട് കറക്റ്റായിട്ട് ആ ഓപ്പണും ക്ലോസ് ചെയ്തു. ആ ഓപ്പണിൻ്റെ ലാസ്റ്റും അതിൻ്റെ രണ്ടാമത്തെ അലാസ്റ്റിക്കിൻ്റെ രണ്ടാമത്തെ സൈഡ് അതിൻ്റെ ഉള്ളിൽ കയറ്റി വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ മേലെ കൂടെ ഇതുപോലെ കറക്റ്റായിട്ട് തെല്ലിനൂടെ തന്നെ അടിച്ചെടുത്തു കേട്ടോ. അപ്പോൾ ഓക്കെ, അടിച്ചെടുത്തു. ഇത്രേ ഉള്ളൂ, നമ്മളെ മാസ്കിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. വളരെ ഈസിയാണ്. അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, താങ്ക് യു.